പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം 7 മിനിറ്റ് കൊണ്ട് സമ്പൂർണ്ണ ആരോഗ്യം എന്ന വിഷയമാണ്. ഇതൊരു ഹെൽത്ത് ടിപ്പാണ്. ഇതിനോടകം ഈ ഒരു കോവിഡിന്റെ ആരംഭത്തിന് ശേഷം 1.5 വർഷത്തിനകം ലക്ഷോപലക്ഷം ആൾക്കാർ മനസ്സിലാക്കിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെയേറെ വൈറലായ വീഡിയോ ആണ്. പലരുടെയിൽ നിന്നും ഇത് നഷ്ടപ്പെട്ടു പോയി ഈ ഒരു ഇൻഫർമേഷൻ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വിളിക്കാറുണ്ട്, വീണ്ടും ഒന്നുകൂടെ ചെയ്യണം അല്ലെങ്കിൽ നൽകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകൂടെ ഈ ഹെൽത്ത് ടിപ്പ് തരുന്നത്. നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ബോധ്യമാകുന്നു, മാറ്റം വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കളും എല്ലാം തന്നെ. അങ്ങനെ ലോകം മുഴുവൻ നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക്, സുസ്ഥിതിയിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ. 7 മിനിറ്റ് കൊണ്ട് പൂർണ്ണ ആരോഗ്യം എങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നേടാം എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നു. ഏതായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്ന മഹാ അത്ഭുതമാണ്. 72,000 പേര് നാഡികളും 206ഓളം അസ്ഥികളുമുള്ള മനുഷ്യൻ ഇന്നുവരെ ഇതിന്റെ ശാസ്ത്രലോകം ഇത്രത്തോളം വികസ്വരതയിൽ എത്തിയിട്ടും ഈ അത്ഭുതത്തിന്റെ എല്ലാ തലങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ ലഭ്യമായ അറിവുകൾ വെച്ചുകൊണ്ട് ചില പുരാതന കാലം മുതൽ നമ്മുടെ ശരീരത്തെ പഠിച്ചുകൊണ്ട് കൃത്യമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് അസുഖത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും, എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ 72,000 പേര് നാഡികളും 206ഓളം അസ്ഥികളുമുള്ള നമ്മുടെ ഈ ശരീരത്തിന്റെ ശൃംഖല, ഇതില് ബ്ലഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 തൊട്ട് 6 ലിറ്റർ ബ്ലഡ് സാധാരണ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എന്നും അത് വെറുതെ ഒരിടത്ത് കെട്ടിക്കിടക്കുകയല്ല, സദാസമയവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശീഘ്രം സൂപ്പർസോണിക് സ്പീഡിലാണ്. ഈ നമ്മുടെ ശരീരത്തിലുള്ള രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ അത് ഓടുന്ന നാഡീഞരമ്പുകളെല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ചാൽ ഏകദേശം 10-15 മണിക്കൂറുകൾ 100 കിലോമീറ്ററിലധികം സ്പീഡിൽ ഓടിച്ചാലും എത്താൻ പറ്റാത്ത ദൂരത്തിൽ കിടക്കുകയാണ്. കിലോമീറ്ററുകൾക്കോളം ലെങ്തിൽ കിടക്കുന്ന ഈ ഒരു നാഡീവ്യൂഹത്തിലൂടെ, ഞരമ്പുകളിലൂടെയൊക്കെ രക്തം കയറിയിറങ്ങാൻ എടുക്കുന്ന സമയം കേവലം 1 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ്. അത്ര അത്ഭുതമാണ്. അപ്പം ഈ ശരീരത്തില് നമ്മൾ പുറമേ നിന്നെടുക്കുന്ന ഓക്സിജൻ കലർന്നിട്ടുള്ള രക്തം, ശുദ്ധരക്തം എല്ലാ സ്ഥലത്തും കൃത്യമായ രീതിയിൽ ചെന്നെങ്കിൽ മാത്രമേ അതാത് സ്ഥലങ്ങളിലുള്ള കോശങ്ങൾ, ജീവകോശങ്ങൾ പുതിയതായി ഉജ്ജീവിച്ചു വരികയുള്ളൂ, ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നു. അങ്ങോട്ട് എവിടേക്ക് ഓക്സിജൻ കലരാത്ത ബ്ലഡ് കിട്ടാതിരിക്കുന്നു അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നീർക്കെട്ടുണ്ടാകുന്നു. രക്തമോട്ടമില്ലെങ്കിൽ അതാത് പ്രദേശത്തെ കോശങ്ങൾ നശിച്ചു പോകുന്നു. നമുക്ക് അറിയാം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും കോടാനുകോടി കോശങ്ങളാൽ നിർമ്മിതമാണ് ഓരോ പോർഷൻസും. അപ്പൊ അങ്ങോട്ടൊക്കെ കൃത്യമായ രീതിയിലുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വന്നാലാണ് പ്രോബ്ലം. അപ്പൊ അത് എല്ലായിടത്തേക്കും രക്തത്തെ നിയന്ത്രിച്ചെത്തിക്കുന്ന ഒരു ശൃംഖലയാണ് നമ്മുടെ വെയിൻ സിസ്റ്റം, നാഡീഞരമ്പുകളെല്ലാം. എന്നാൽ പ്രധാനപ്പെട്ട പമ്പ് റൂം എന്ന് പറഞ്ഞാലോ ഹാർട്ടാണ്. ഹൃദയം പമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇടതടവില്ലാതെ രക്തം ഓടിത്തുടങ്ങുന്നത്. ഇപ്പൊ എല്ലാ സ്ഥലത്തും എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ പമ്പ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കൈവെള്ളകളും കാൽവെള്ളകളും. പ്രത്യേകിച്ച് വലിയ വലിയ എക്സസൈസുകളൊന്നും ചെയ്യാത്തവർക്കും കട്ടിലേക്ക് കിടക്കുന്നവർക്ക് പോലും കൈകാലുകൾ എപ്പോഴും ചലിപ്പിക്കാറുണ്ട്, അവരല്ലേ, കൈവെള്ളകളും കാൽവെള്ളം. ആ ചലനത്തിലൂടെയാണ് പലപ്പോഴും രക്തത്തിന്റെ ഓട്ടം സുഗമമായിട്ട് നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്താലോ. അപ്പം ഭീമമായ വലിയ വലിയ എക്സസൈസുകളൊന്നും വശമില്ലാത്തവർക്കും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് 7 മിനിറ്റ് കൊണ്ട്. രാവിലെയും വൈകിട്ടും നിങ്ങൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാം, അല്ലെ കിടക്കയിൽ കിടന്നുകൊണ്ടും ചെയ്യാം, നിങ്ങളുടെ സൗകര്യാർത്ഥം. അതിന് ആഹാരത്തിന് മുമ്പോ പിമ്പോ ഒന്നുമില്ല, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഏത് രോഗമുള്ളവർക്കും ചെയ്യാവുന്നതാണ്, വേറെ പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് ലോക ജനത ഇത് ഏറ്റെടുത്തത്, ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ഫീഡ്ബാക്കുകൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും പരീക്ഷിച്ചു നോക്കുക. 10 പൈസ മുടക്കുള്ള കേസല്ല. അതിന് ചെയ്യാനുള്ളത് നമ്മുടെ ആദ്യം തന്നെ 1 മിനിറ്റ് വെച്ചെടുക്കുക ഓരോ എക്സസൈസും. ഈ കൈവെള്ളകളിൽ ഒരു കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട്, മുട്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു 30 സെക്കൻഡ് ഇടിക്കുക ഒരു കൈ. അതേപോലെ തന്നെ ഈ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഈ കൈവെള്ളയിൽ 30 സെക്കൻഡ്. അപ്പോൾ 30 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് ഈ കൈവെള്ളകളിൽ ശക്തമായ രീതിയിൽ പഞ്ച് കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ. രണ്ടാമത്തത്, ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വിരലുകൾ പരസ്പരം ഇങ്ങനെ കോർത്ത് വെച്ചുകൊണ്ട് എല്ലാ സൈഡിലും ഇങ്ങനെ നല്ലതുപോലെ മസാജ് കൊടുക്കുക. നല്ലോണം തിരുമ ഇങ്ങനെ കീച്ച് ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെ വേണം? തുടർച്ചയായി 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് ഇങ്ങനെയുള്ള ഇംപ്രഷൻ കൊടുക്കുക. രണ്ടാമത്തെ 1 മിനിറ്റ്
കൈയുടെ ഈ പോർഷൻസിൽ നല്ലതുപോലെ മസാജ് കൊടുക്കുക. വെറുതെ ഇരുന്നുകൊണ്ട് ചെയ്യാം, എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ചെയ്യാം, ഇതിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ 2 മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കൈയുടെ പാർശ്വഫലങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ നമ്മൾ ഉരസുക, പരസ്പരം കൂട്ടി ഉരസുക, ഇടയ്ക്ക് 2 തട്ട് തട്ടുക, ഇങ്ങനെ ഉരസുക. ഓക്കെ, ഇതും ഏകദേശം 1 മിനിറ്റുകൾ കണ്ടിന്യൂസ് ആയി ചെയ്യാം. അപ്പൊ 3. ഇനി 4ാമത്തത് ഈ കൈയുടെ തണ്ടയിൽ ഇവിടെ തട്ടുക ഇതേപോലെ. അതും 30 സെക്കൻഡ് ഇവിടെ, 30 സെക്കൻഡ് സൈഡ്, അങ്ങനെ 30 സെക്കൻഡും 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തട്ടും. അപ്പൊ 4. 5ാമത്തത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പോർഷൻ ഇവിടെ ഇങ്ങനെ നല്ലതുപോലെ ഈ കൈത്തണ്ടയിൽ ഇവിടെ 1 മിനിറ്റുകൾ നല്ല ഇംപ്രഷൻ കൊടുക്കുക, തട്ടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അടുത്തത് 6ാമത്തെ എവിടെയാ, നമ്മുടെ റിസ്റ്റ് പോർഷൻ ഇവിടെ ഇങ്ങനെ കറക്കുക നല്ലതുപോലെ. ഈ വാച്ചൊക്കെ ഉണ്ട്, വാച്ചൊക്കെ ഊരി വെച്ചുകൊണ്ട് ഇങ്ങനെ കറക്കുക. 2 കൈയിലും കൂടെ 1 മിനിറ്റ് മതി, 30 സെക്കൻഡ് വെച്ചിങ്ങനെ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പലരും ബ്രേസ്ലെറ്റുകൾ, വളകളൊക്കെ ഇടുന്നില്ലേ. ഇതിങ്ങനെ കറങ്ങുന്നതിലൂടെ, ഈ പ്രസ്സിങ് ടച്ച് ചലനം നടക്കുന്നതിലൂടെ രക്തചംക്രമണ വ്യവസ്ഥ സുഗമമായിട്ട് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന്റെ ശാസ്ത്രീയ തത്വം. പലരും ഭാഷനും ഭംഗിക്കൊക്കെ ഇടുമെങ്കിലും അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1 മിനിറ്റ് ചെയ്യാം. അടുത്തതാണ് 7ാമത്തത്. അത് പലപ്പോഴും പലരും പല സന്ദർഭത്തിലും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ആഹ്ലാദം ഉണ്ടാകുമ്പോൾ നമ്മൾ കൈയടിക്കാറുണ്ടല്ലേ. അപ്പൊ 2 കൈകളും കൂട്ടിയടിക്കുക ലാസ്റ്റ്. ഇത്രയും ചെയ്തതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ നല്ലതുപോലെ ശക്തമായിട്ട് കൈ 1 മിനിറ്റ് ചേർത്തടിക്കുക. ഇങ്ങനെ ചേർത്തടിച്ചിട്ട് വെറുതെ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മുടെ ഈ കൈവെള്ളകളിലേക്ക് ഓക്സിജൻ കലർന്നുള്ള ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പെരുപ്പ് പോലെ നൈസായിട്ട് കയറി വരുന്ന കാണാം. അത് ലൈറ്റ് വെയിറ്റ് ആകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് തലവേദനയോ അത് കണക്കുള്ള പ്രശ്നങ്ങളോ തലയ്ക്ക് ഭാരമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 1 മിനിറ്റ് ചേർത്തടിച്ച ശേഷം അത് ഫീൽ ചെയ്തിട്ട് തലയിലേക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചാലും മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് എവിടെ പോയെന്നറിയില്ല, അപ്രത്യക്ഷമാവും. തലവേദനയോ അല്ല നിങ്ങളുടെ ദേഷ്യമോ ടെൻഷനോ ഒക്കെ ആ സെക്കൻഡിൽ പമ്പ് കിടക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ എനർജിയെ കൈവെള്ളകളിലേക്ക് ഇതേപോലെ ആവാഹിച്ചു കൊണ്ടുവന്ന് അത് തലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു 7 ടിപ്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ആകമാനമുള്ള കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, നടുവിന് വേദന, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, പിന്നെ കഴുത്തിന് വേദന, കൈക്ക് വേദന, നട്ടലിന്റെ പ്രശ്നങ്ങൾ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇനി കാലങ്ങളായിട്ട് പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവർക്ക് ഈ പ്രയോഗം ചെയ്യുന്നതിലൂടെ ആ മരുന്നിന് എഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. പലരും എന്നെ കാണാൻ വരുന്നവർ പറയാറുണ്ട്, സാറേ പല പല കാര്യങ്ങൾക്കായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, 8-10 വർഷമായിട്ട് 10-12 അല്ലെങ്കിൽ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന് ഫലം കിട്ടാനും ഈ പറയുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. പല ഡോക്ടർമാരും ഇത് പ്രിഫർ ചെയ്യാറുണ്ട്. മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള ലഘു വ്യായാമം അത് ചെയ്യാൻ സാധിച്ചാൽ ഈ ഹെൽത്ത് ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഏത് കാര്യവും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്ത് വേണം, അത് അപ്ലൈ ചെയ്ത് നോക്കണം. ഏകദേശം ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ രാവിലെയും വൈകിട്ടും ഇത്രയും 7 ടിപ്പുകൾ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലഘുവായ എക്സസൈസാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാറ്റം കണ്ടുകൊണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. തുടരുക എല്ലാ ദിവസവും. എത്ര നാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ നമുക്ക് പല്ല് തേക്കുന്നു, എത്ര നാൾ ഭക്ഷണം കഴിക്കുന്നു, എത്ര നാൾ കുളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരു 7 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ. 24 മണിക്കൂർ നമുക്കൊരു ദിവസം ദൈവം തന്നിട്ടുണ്ട്. അതിൽ ഒരു 7 മിനിറ്റ് രാവിലെയും 7 മിനിറ്റ് വൈകിട്ടും നമ്മുടെ ഹെൽത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റമായിരിക്കും ഉണ്ടാകുക. ഇത്തരത്തിൽ ഒരുപാട് മാനസികമായും ശാരീരികമായിട്ടുമുള്ള വെൽനസ് തെറാപ്പികളും അതിനുള്ള ടിപ്സുകളും ട്രെയിനിങ്ങുകളും സെക്ഷൻസും ഒക്കെ നൽകിക്കൊണ്ട് ലോക ജനതയെ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് ഫ്രീ കൗൺസിലിങ്ങുകൾ, കൺസൾട്ടേഷൻസ് ഇതൊക്കെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നൽകി പോരുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഇന്ന് തന്നുകൊണ്ട് ഇന്ന് നൽകിയ ടിപ്സുകൾ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അങ്ങനെ നമുക്കും കുടുംബത്തിനും ലോകത്തിനും എല്ലാവിധത്തിലുള്ള ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറഞ്ഞു പിരിയട്ടെ. നന്ദി, നമസ്കാരം.